ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്സിൻ തിയറി ഓഫ് ക്ലാസ് സ്ട്രഗിൾ ഓർ ക്ലാസ് കോൺഫ്ലിക്റ്റ്, വർഗ സംഘട്ടനത്തിനെ കുറിച്ചുള്ള മാർക്സിൻ്റെ സിദ്ധാന്തങ്ങളാണ്. മാർക്സിൻ്റെ ഏകദേശം ഈ വർഗ സംഘട്ടനമായിട്ടുള്ള എല്ലാ തിയറികളും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ്, ദ എസൻസ് ഓഫ് മാർക്സിസ്റ്റ് തിയറി ആൻഡ് ക്ലാസ് സ്ട്രഗിൾ. മാർക്സിൻ്റെ ഈ വർഗ സംഘട്ടനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, Marx regards classes and class struggle as a historical phenomenon which took place at a given stage of historical development. മാർക്സ് തൻ്റെ ഈ ക്ലാസ് സ്ട്രഗിൾ അല്ലെങ്കിൽ ഈ വർഗ സംഘടനകളൊക്കെ ഉണ്ടാകുന്നത് ഈ ചരിത്രപരമായ ഒരു ഘട്ടത്തിൽ സംഭവിച്ചൊരു കാര്യമായിട്ട് മാത്രമാണ് കാണുന്നത്. കാലം വികസിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ചരിത്രപരമായ പ്രതിഭാസമായിട്ടാണ് ഈ വർഗ സംഘടനത്തെ കാണുന്നത്. It resulted in a socialist revolution and the dictatorship of proletariat, conditions for the extension of class and the creation of classless society. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തിയറി. എന്ന് വെച്ചാൽ ഈ വർഗസംഘടന ഉണ്ടാകുമ്പോൾ ഒരു സോഷ്യലിസ്റ്റ് റവല്യൂഷനാണ് അവിടെ ഉണ്ടാകുന്നത്. ഒരു സാമൂഹിക വിപ്ലവം ഉണ്ടാകുന്നു. ആ വിപ്ലവത്തിലൂടെ ക്ലാസ്സിനെ ഇല്ലാതാക്കുന്നു. വർഗം എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ക്ലാസ്ലെസ് സൊസൈറ്റി, വർഗരഹിത സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഈ സോഷ്യലിസ്റ്റ് റവല്യൂഷൻ മൂലം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ക്ലാസ് സ്ട്രഗിളിൻ്റെ പ്രധാനപ്പെട്ട തിയറി ഇതാണ്. ക്ലാസ് സ്ട്രഗിളിലൂടെ സോഷ്യലിസ്റ്റ് റവല്യൂഷൻ ഉണ്ടാക്കുന്നു. സോഷ്യലിസ്റ്റ് റവല്യൂഷൻ മൂലം ക്ലാസിൻ്റെ ഇല്ലായ്മയും ക്ലാസ്ലെസ് സൊസൈറ്റിയുടെ ഉയർച്ചയും അല്ലെങ്കിൽ ഉത്ഭവമാണ് മാർക്സിൻ്റെ പ്രധാന സോഷ്യൽ കോൺഫ്ലിക്റ്റ് തിയറിയുടെ പ്രധാന എസൻസ്, അടിസ്ഥാനപരമായ ബേസിക് കാര്യം. ഇനി നമുക്ക് ഇതിലെ ഓരോ കാര്യങ്ങളും വേറെ ആയി പരിശോധിക്കാം. അതിലൊന്നാമത്തേത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊലറ്ററേറ്റ്. പ്രൊലറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി വിഭാഗം, വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്സിന് കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം. അതാണ് ക്ലാസ് സ്ട്രഗിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്. Acceptation of capital is the essence of capitalism. Capital is gained according to Marx from the exploitation of the masses of population of working class. അടിസ്ഥാനപരമായിട്ട് ഇവിടെ ഈ ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാകാനുള്ള കാരണം തന്നെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണല്ലോ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ. അപ്പോൾ ഈ ക്യാപിറ്റലാണ് അവിടെയുള്ള ഏറ്റവും വലിയ പ്രധാനം, മൂലധനം. മാർക്സിൻ്റെ വാദപ്രകാരം മൂലധനം ഉണ്ടാകുന്നത് സമ്പദ് വ്യവസ്ഥയിൽ കുറച്ച് ആളുകൾ ഉള്ളവനായി മാറുന്നതിൻ്റെ കാരണം അവിടെ എക്സ്പ്ലോയിറ്റേഷൻ സംഭവിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പോൾ വർക്കിംഗ് ക്ലാസ്സിനെ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്തുകൊണ്ടുള്ള ക്യാപിറ്റലാണ് എക്സ്പ്ലോയിറ്റേഷൻ ചെയ്തുകൊണ്ടാണ് ക്യാപിറ്റൽ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം രീതി മാറിയിട്ട് പ്രൊലറ്ററേറ്റിന്, തൊഴിലാളി വിഭാഗത്തിൻ്റെ ഡെവലപ്മെൻറ്റാണ് ക്ലാസ് കോൺഫ്ലിക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി മാർക്സ് കാണുന്നത്. രണ്ടാമത്തത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രോപ്പർട്ടി. ഈ ക്ലാസ് കോൺഫ്ലിക്റ്റിൽ പ്രോപ്പർട്ടിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്? അക്കോർഡിംഗ് ടു മാർക്സ്, ദ മോസ്റ്റ് ഡിസ്റ്റിങ്ക്വിഷിംഗ് ഫീച്ചർ ഓഫ് എനി സൊസൈറ്റി ഈസ് ഇറ്റ്സ് ഫോം ഓഫ് പ്രോപ്പർട്ടി. ഏതൊരു സമൂഹത്തിൻ്റെയും ഏറ്റവും ബേസിക് അവരെ വേർതിരിക്കുന്ന കാര്യം അവരുടെ പ്രോപ്പർട്ടി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മാത്രമല്ല, ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ഈസ് ഡിറ്റർമിൻഡ് ബൈ ഹിസ് റിലേഷൻ ടു പ്രോപ്പർട്ടി. ഒരു വ്യക്തിയുടെ സ്വഭാവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ വരെ തീരുമാനിക്കാൻ പ്രോപ്പർട്ടി സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പർട്ടി ഡിവിഷൻസ് ആർ ദ ക്രൂഷ്യൽ ബ്രേക്കിംഗ് ലൈൻസ് ഇൻ ദ ക്ലാസ് സ്ട്രഗിൾ. സാമൂഹിക ഘടനയിൽ അവരുടെ ഘടന തീരുമാനിക്കുന്നതിൽപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു അതിർരേഖ തന്നെയാണ് ഈ സമ്പദ് വ്യവസ്ഥ എന്നുള്ളത്. ക്ലാസസ് ആർ ഡിറ്റർമിൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ഇൻഡിവിജ്വൽസ് റിലേഷൻ ടു ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഈ വർഗീകരണം ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും ബേസിക്കായ കാര്യം പ്രോപ്പർട്ടി തന്നെയാണ്. അവരുടെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ക്ലാസ്സുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ക്ലാസ് ഉണ്ടാകുന്നത് പ്രോപ്പർട്ടി, വൺ ഹു ഹാവ് പ്രോപ്പർട്ടി, സമ്പത്ത് ഉള്ളവനും ഇല്ലാത്തവനും, ഹാവിനോട്ടും, ആ രീതിയിലാണ് ഈ ക്ലാസ്സിൻ്റെ ഡിവിഷൻ ഉണ്ടാകുന്നത്.
അപ്പോൾ ഈ ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ ക്ലാസിൻ്റെ വർഗീകരണം ഉണ്ടാകുന്നത് തന്നെ പ്രോപ്പർട്ടി ബേസ് ചെയ്തുകൊണ്ടാണ്. നെക്സ്റ്റ് ഡിസ്കഷൻ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പവർ ആൻഡ് അതോറിറ്റി. എങ്ങനെയാണ് സാമ്പത്തിക ആധിപത്യം പൊളിറ്റിക്കൽ ആധിപത്യം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട പോയിൻ്റ്. ഫ്രം എ മാർക്സിയൻ പെർസ്പെക്റ്റീവ്, പൊളിറ്റിക്കൽ പവർ എമേജസ് ഫ്രം എക്കണോമിക്കൽ പവർ. മാർക്സിൻ്റെ കാഴ്ചപ്പാട് അടിസ്ഥാനമാക്കിയിട്ട് രാഷ്ട്രീയമായ അധികാരം ഉണ്ടാകുന്നത് സാമ്പത്തികമായ ചില നിലപാടുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. എന്ന് വെച്ചാൽ, ദ പവർ ഓഫ് എ റൂളിംഗ് ക്ലാസ് therefore stems from its ownership and control of the forces of production. ഒരു റൂളിംഗ് ക്ലാസിൻ്റെ, അധികാരത്തിലിരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ആധിപത്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവർക്ക് പവർ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഓണർഷിപ്പും എല്ലാ പ്രൊഡക്ഷൻ്റെയും കൺട്രോൾ അവരുടെ കയ്യിലാണ് എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ സാമ്പത്തിക അവസ്ഥയിൽ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് രാഷ്ട്രീയപരമായിട്ട് അധികാരം നടത്താൻ നിയമിതരാകുന്നത്. ദ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ സിസ്റ്റം റിഫ്ലക്ട് റൂളിംഗ് ക്ലാസ് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക അവസ്ഥയിൽ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് ഭരിക്കുന്ന ആളുകൾ എന്നതുകൊണ്ട് തന്നെ എല്ലാ നിയമവ്യവസ്ഥയും ആർക്ക് അനുകൂലമായിട്ടായിരിക്കും? സമ്പത്തുള്ളവന് അനുകൂലമായിട്ട് ഒരു ബയാസ്ഡ് ആയ രീതിയിലായിരിക്കും ഉണ്ടാവുക. The political power and ideology thus seems to serve the same functions for capitalists that class consciousness serve for the working class. അതുകൊണ്ട് ഈ അവസ്ഥയിൽ ഈ പൊളിറ്റിക്കൽ പവർ ആർക്ക് വേണ്ടി മാത്രമേ സഹായിക്കുന്നുള്ളൂ? പണമുള്ളവന് മാത്രമേ സഹായിക്കുന്നുള്ളൂ. അതാണ് ഇദ്ദേഹം ഉയർത്തി കാട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. സമ്പത്തില്ലാത്തവൻ അത് ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നില്ല. സമ്പത്തില്ലാത്തവനെ എന്നും സമ്പത്തില്ലാത്തവനാക്കുന്ന വ്യവസ്ഥയാണ് സാമൂഹികമായിട്ട് നിലനിൽക്കുന്നത്. ആ രീതിക്കാണ് മാറ്റം വരേണ്ടത് എന്നാണ് മാർക്സ് വാദിക്കുന്നത്. നെക്സ്റ്റ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് പോളറൈസേഷൻ ഓഫ് ക്ലാസ്. എങ്ങനെയാണ് ഈ ക്ലാസിൻ്റെ വർഗീകരണം ഉണ്ടാകുന്നത് മാർക്സിൻ്റെ അടിസ്ഥാനത്തിൽ. In the capitalist society there could be only two social classes. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ 2 ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒന്ന് ദ ക്യാപിറ്റലിസ്റ്റ്, മുതലാളിമാർ, who own the means of production and distribution. എല്ലാ സമ്പത്തും കൈവശം വച്ചിരിക്കുന്ന ആളുകളാണ് ക്യാപിറ്റലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്ലാസ് ദ വർക്കിംഗ് ക്ലാസ് ആണ്, who own nothing but their own labor. തൊഴിൽ മാത്രമുണ്ട്, സാമ്പത്തികമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നുമില്ലാത്ത വിഭാഗമാണ് തൊഴിലാളി വിഭാഗങ്ങൾ, അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന 2 ക്ലാസ്. ഇതാണ് ക്ലാസ് സൊസൈറ്റിയിൽ ഉണ്ടാവുക, 2 ക്ലാസ്സുകൾ. പിന്നെ ഈ പോളറൈസേഷൻ എന്ന് പറഞ്ഞ ടേം ഉപയോഗിച്ചാണ് ആരോൺ എന്ന് പറയുന്നതാണ് ദിസ് പ്രോസസ് വർഗീകരണത്തിന്. ഈ പോളറൈസേഷൻ അദ്ദേഹം ഉപയോഗിച്ച ടേം പ്രൊലറ്ററൈസേഷൻ എന്നാണ്. ഓക്കെ, അതിൽ 2 വിഭാഗമുണ്ട്, ഉള്ളവനില്ലാത്തവനും. അതാണ് വർഗീകരണം. ഈ ടേം ഉപയോഗിച്ച ആളാണ് റൈമണ്ട് ആരോൺ. ഓക്കെ, നെക്സ്റ്റ് സർപ്ലസ് വാല്യൂ, തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. എന്താണ് സർപ്ലസ് വാല്യൂ? മാർക്സ് യഥാർത്ഥത്തിലൊരു എക്കണോമിക്സ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ എക്കണോമിക്സിനെ അധികം സാമൂഹിക സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമൂഹത്തെ ബാധിക്കുന്ന രീതിയിൽ ഉള്ള എല്ലാ പ്രശ്നങ്ങളിലെയും എക്കണോമിക് രീതിയിലൂടെ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു സോഷ്യൽ എക്കണോമിസ്റ്റായിട്ട് കാണുന്നത്. ഇതൊരു എക്കണോമിക്സിൻ്റെ ടേംസുകളാണ്. മാർക്സ് ബിലീവ്ഡ് ദാറ്റ് ദ ക്യാപിറ്റലിസ്റ്റ് അക്യുമുലേറ്റ് പ്രോഫിറ്റ് ത്രൂ ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലാബർ. മുതലാളി വിഭാഗം സമ്പത്ത് അവരുണ്ടാക്കുന്നത് തൊഴിലാളി വിഭാഗത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇൻഫാക്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് ഈസ് നോട്ട് ഓൺലി ദ ഡൊമിനൻസ് ആൻഡ് സബോർഡിനേഷൻ ബട്ട് ആൾസോ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. മുതലാളിമാരും തൊഴിലാളിമാരും തമ്മിലുള്ള ബന്ധം, ഒരാൾ ഡൊമിനൻസ് അധികാരം സ്ഥാപിക്കുന്ന ആൾ, മറ്റൊരാൾ സബോർഡിനേഷൻ അധികാരത്തിന് ഇരയാകുന്ന ആൾ, അല്ലെങ്കിൽ ഒരാളുടെ കീഴിൽ നിൽക്കുന്ന ആൾ, സബോർഡിനേഷൻ. അപ്പോൾ ഈ തൊഴിലാളിമാരും മുതലാളിമാരും തമ്മിലുള്ള ബന്ധം ഒരു ഡൊമിനൻസിൻ്റെയും സബോർഡിനേഷൻ്റെയും ബന്ധം മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ മറ്റൊരു സംഗതി കൂടി വരുന്നുണ്ട്. അത് എക്സ്പ്ലോയിറ്റേഷനാണ്, ചൂഷണം ചെയ്യുക.
ഒരാളെ കീഴാവുക എന്നുള്ളത് പ്രശ്നമായി കരുതുന്നില്ല, മറിച്ച് ഒരാൾ മറ്റൊരാളെ ചൂഷണം ചെയ്യുക എന്ന പ്രശ്നം ഈ ക്ലാസ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടായത് കൊണ്ടാണ് മാർക്സിന് ഇതിനെ ശക്തമായി എതിർത്തത്. പിന്നെ മാർക്സ് പറയുന്ന മറ്റൊരു കാര്യം, ദ വർക്കേഴ്സ് പ്രൊഡ്യൂസ് മോർ വെൽത്ത് ഇൻ ദ ഫോം ഓഫ് ഫുഡ്, മാനുഫാക്ചേർഡ് ഗുഡ് ആൻഡ് സർവീസസ് ദാൻ ഇറ്റ് നെസസറി ടു മീറ്റ് ദെയർ ബേസിക് നീഡ്. വർക്കേഴ്സ്, തൊഴിലാളി വിഭാഗക്കാർ അവർക്ക് ആവശ്യമായ എല്ലാ സമ്പത്തും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഭക്ഷണമായിട്ടും പിന്നെ ഗുഡ്സുകൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുമാത്രമല്ല, അവർക്ക് ആവശ്യത്തിലേറെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ അവരുടെ ആവശ്യം അതുകൊണ്ട് പൂർത്തിയാകുന്നുമില്ല. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നേട്ടമുണ്ടാക്കുന്നത് ആരാണ്? മുതലാളിത്ത വിഭാഗക്കാരാണ്. ഇവിടെയാണ് ഈ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന ആ ടേമിലാണ് മാർക്സ് ഇതിന് ഈ ക്ലാസ് സ്ട്രഗിളിന് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം. അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ഷനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ ദേ പ്രൊഡ്യൂസ് സർപ്ലസ് വെൽത്ത്. സർപ്ലസ് പറഞ്ഞാൽ മിച്ചം, അമിതമാകുന്നു. അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ അപ്പുറത്ത് ആവശ്യത്തിനേക്കാൾ കൂടുതലുള്ള വെൽത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബട്ട് ദേ ഡു നോട്ട് എൻജോയ് ദ യൂസ് ഓഫ് സർപ്ലസ് ദേ ഹാവ് ക്രിയേറ്റഡ്. അവരുണ്ടാക്കിയ ആ ലാഭം, അവരുണ്ടാക്കിയ മിച്ചം വരുന്ന സാധനം, എക്സ്ട്രാ സാധനത്തെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിന് പകരമായി ഇൻസ്റ്റഡ് ദോസ് how on the means of production are able to seize this surplus wealth as profit for their own use. ഇപ്പോൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, തൊഴിലാളികൾ തൊഴിൽ ചെയ്യുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ള ആളാണ് ഈ എല്ലാ പ്രോഫിറ്റുകളും എൻജോയ് ചെയ്യുന്നത്. ഉണ്ടാക്കുന്ന ആളുകൾക്ക് അതിൽ യാതൊരു റോളുമില്ല. അതിൻ്റെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ കൈവശം വെക്കുന്ന ആളുകൾ എല്ലാ തരത്തിലുള്ള ലാഭം എടുക്കുകയാണ്. അതാണ് അക്കോർഡിംഗ് ടു മാർക്സ് ദിസ് ഈസ് ദ എസെൻസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ദ മെയിൻ സോഴ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദി ക്ലാസ്. വർഗസങ്കടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അത് എൻജോയ് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാകുന്നില്ല, അതിന് വർക്ക് ചെയ്യാത്ത ആളുകൾക്ക് എൻജോയ് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ അവസ്ഥ കണ്ടിന്യൂസ് ആയി തുടരുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പാപ്പറൈസേഷൻ. നമ്മൾ മലയാളത്തിൽ ആകെ പാപ്പരായി എന്ന് പറയില്ലേ, അതാണ് സംഭവം. എങ്ങനെയാണ് ഒരാൾ പാപ്പരാകുന്നത്? പാപ്പരവൽക്കരണം അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് മാർക്സ് പറയുന്നത്. മാർക്സിൽ നമ്മൾ ഈ തിയറികളിലൊക്കെ പഠിക്കുന്നത് മാർക്സിൻ്റെ ഈ ക്ലാസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ, അദ്ദേഹത്തിന് അത്തരമൊരു സിദ്ധാന്തം രൂപപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ സ്വാധീനിച്ച ഘടകങ്ങളൊക്കെയാണ് പറയുന്നത്. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ വർക്കേഴ്സ് ക്യാൻ ഓൺലി ആഡ് ടു ദെയർ മിസറി ആൻഡ് പോവർട്ടി. ഈ സാമ്പത്തിക ചൂഷണം ഉണ്ടാകുന്നത് കൊണ്ട് വർക്കിംഗ് ക്ലാസ്സിന് ദാരിദ്ര്യം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ബട്ട് ദ സെയിം എക്സ്പ്ലോയിറ്റേഷൻ ഹെൽപ്പ് ദ റിച്ച് ടു ബിക്കം റിച്ചർ. ഇതേ ചൂഷണം കൊണ്ട് സമ്പത്തുള്ളവൻക്ക് കൂടുതൽ സമ്പത്ത് ഉള്ളവനാകാനുള്ള അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇൻ എവറി മോഡ് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് ഇൻവോൾവ്സ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ, മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഹു ലേബർ ആർ കണ്ടംനഡ് ടു ടോയിൽ ഫോർ നോ മോർ ദാൻ ദ ബെയറസ്റ്റ് നെസസിറ്റീസ് ഓഫ് ലൈഫ്. ഈ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ട് നഷ്ടം ഉണ്ടാകുന്നത്, എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ പോലും ഉണ്ടാകുന്ന ചൂഷണങ്ങളാണ്. രണ്ടിലും മാൻ കോമൺ ഫാക്ടറാണ്. പക്ഷേ ഈ ഒരു വർഗീകരണം മൂലം നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതത്തിൻ്റെ ആവശ്യമായ കാര്യങ്ങൾ പോലും നേടിയെടുക്കാൻ പറ്റാതെ ഈ വർക്കിംഗ് ക്ലാസ്സിനാണ് നഷ്ടം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അക്കോർഡിംഗ് ടു ദ മാസ് പോവർട്ടി ഈസ് ദ റിസൾട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ നോട്ട് ഓഫ് സ്കാർസിറ്റി. അതുകൊണ്ട് ഈ പട്ടിണി മൂലമോ അല്ലെങ്കിൽ ലഭ്യത കുറവ് മൂലമോ അല്ല എന്തുണ്ടാകുന്നത്, ദാരിദ്ര്യം ഉണ്ടാകുന്നത് സ്കാർസിറ്റിയിൽ. ഒരു സംഭവം അവിടെ ഇല്ല, ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടല്ല അവിടെ പട്ടിണി ഉണ്ടാകും. ഭക്ഷണമൊക്കെ ഉണ്ട്, പക്ഷേ ഇല്ലാത്തവനൊന്നും ഇല്ലാത്തവനാകുന്നു, ഉള്ളവൻക്ക് കൂടുതൽ ഉള്ളവനാകാനുള്ള സാമൂഹിക അവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ പോവർട്ടി ഉണ്ടാകുന്നത് ഈ ചൂഷണത്തിൻ്റെ ഭാഗമായി മാത്രമാണ്. അപ്പോൾ ഇത്തരം ചൂഷണങ്ങൾ ഇല്ലാതെയായാൽ അവിടെ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ ആ രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റാൻ കഴിയുന്നു. അപ്പോൾ ലഭ്യത കുറവ് മൂലമുണ്ടല്ല, ചൂഷണം കൊണ്ട് മാത്രമാണ് ദാരിദ്ര്യം ഉണ്ടാകുന്നത് എന്നാണ്, അല്ലെങ്കിൽ ആളുകളെ പാപ്പരാക്കുന്നത് ഈ ചൂഷണമാണ് എന്നാണ് മാർക്സിൻ്റെ വാദം. അതാണ് പാപ്പറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അലിനിയേഷൻ, അന്യവൽക്കരണം.
അത് മാർക്സിൻ്റെ ഈ ക്ലാസ് കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ടൊരു കാഴ്ചപ്പാടാണ്. ദ പ്രോസസ് ഓഫ് അലിനേഷൻ ഈസ് സെൻട്രൽ ടു മാർക്സിയൻ തിയറി ഓഫ് ക്ലാസ് കോൺഫ്ലിക്റ്റ്. ഇത് നമ്മൾ ചർച്ച ചെയ്തൊക്കെ ക്ലാസ് കോൺഫ്ലിക്റ്റ് ക്ലാസ് കോൺഫ്ലിക്റ്റ് എന്തുകൊണ്ട് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ക്ലാസ് സൊസൈറ്റിയിൽ എന്തൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ക്ലാസ് കോൺഫ്ലിക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അലിനേഷൻ. ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഇൻഹ്യൂമൻ വർക്കിംഗ് കണ്ടീഷൻസ് ലെഡ് ടു ഇൻക്രീസിങ് അലിനേഷൻ ഓഫ് മെൻ. അലിനേഷൻ എന്ന് പറഞ്ഞാൽ അന്യവൽക്കരണമാണ്, അവർ മനുഷ്യ മറ്റുമായിട്ട് അന്യനായി നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളും അമാനുഷികമായ വർക്കിംഗ് കണ്ടീഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം അലിനേഷൻ ഉണ്ടാകുന്നത്. അലിനേഷൻ റിസൾട്ട് ഫ്രം എ ലാക്ക് ഓഫ് സെൻസ് ഓഫ് കൺട്രോൾ ഓവർ ദ സോഷ്യൽ വേൾഡ്. സാമൂഹിക ലോകത്ത് ഒരു കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത, മറ്റുള്ളവന് മറ്റൊരു മാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലാക്ക് ഓഫ് കൺട്രോൾ ബേസ് ആയിട്ടാണ് ഈ അലിനേഷൻ ഉണ്ടാകുന്നത്. ഒന്നുകൂടി വിശദമാക്കി പറയുകയാണെങ്കിൽ, ദ സോഷ്യൽ വേൾഡ് കൺഫ്രണ്ട് പീപ്പിൾ ആസ് എ ഹോസ്റ്റൈൽ തിങ്, ലീവിങ് ദം അലൈൻഡ് ഇൻ എവറി എൻവിറോൺമെൻറ്റ് ദാറ്റ് ദേ ഹാവ് ക്രിയേറ്റഡ്. മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഓരോ സാമൂഹിക അവസ്ഥയിൽ നിന്നും മറ്റുള്ളവനെ അലൈൻ ചെയ്യുന്നു, അന്യമാക്കി നിർത്തുന്നു. ആ ഒരവസ്ഥയാണ് അലിനേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ദ സിറ്റുവേഷൻ ഓഫ് അലിനേഷൻ റൈപ്പൺസ് ദ മൂഡ് ഓഫ് ദ വർക്കർ ഫോർ എ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഈ വർക്കർ എല്ലായിടത്തിൽ നിന്നും അലൈൻ ചെയ്യപ്പെടുകയാണ്. സാമൂഹിക അവസ്ഥയിൽ അദ്ദേഹം ഉണ്ടാക്കിയ, അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത പല കാര്യങ്ങളും അവർക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത, അവരെ ഒരു മാറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ വർക്കേഴ്സിന് ഒരു കോൺഫ്ലിക്റ്റ് വഴിയിലേക്ക്, ഉള്ളവനുമായിട്ടുള്ള ഒരു സംഘടനയിലേക്ക് വഴിവെക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ് കോൺഫ്ലിക്റ്റിൻ്റെ അതുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട സംഭവമാണ് അലിനേഷൻ. നെക്സ്റ്റ്, ക്ലാസ് സോളിഡാരിറ്റി ആൻഡ് ആൻറ്റഗോണിസം. ക്ലാസ് കോൺഫ്ലിക്റ്റ് മൂലം എങ്ങനെയാണ് ഈ വർഗത്തിൻ്റെ ഒരു അഖണ്ഡത, ഐക്യമുണ്ടാകുന്നത്, അതുപോലെ തന്നെ ഒരു എതിർ മനോഭാവം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നാണ്. വിത്ത് ദ ഗ്രോത്ത് ഓഫ് ക്ലാസ് കോൺഷ്യസ്നസ് എമംഗ് ദ വർക്കിംഗ് ക്ലാസ്, ദെയർ ക്ലാസ് സോളിഡാരിറ്റി ബിക്കം ക്രിസ്റ്റലൈസ്ഡ്. ഓക്കെ, ഇത്തരത്തിൽ ഈ ഒരു സാമൂഹിക ബോധം, വർഗബോധം വർക്കിംഗ് ക്ലാസ്സിനിടയിൽ ഉണ്ടാകുമ്പോൾ, ഞങ്ങൾ ഇങ്ങനത്തെ അലൈൻ ചെയ്യപ്പെട്ട ആളുകളാണ്, ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ലെന്ന് തോന്നലൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് തമ്മിലുള്ള വർക്കിംഗ് ക്ലാസ്സിനിടയിലുള്ള ഒരു ഐക്യം ഉടലെടുക്കുന്നു. ദ വർക്കിംഗ് ക്ലാസ് ബിക്കം ഇൻറ്റേർണലി മോർ ഹോമോജീനിയസ് ആൻഡ് ദിസ് വുഡ് ഹെൽപ്പ് ടു ഇൻറ്റൻസിഫൈ ദി ക്ലാസ് സ്ട്രഗിൾ. അങ്ങനെ അവർക്കുള്ളിൽ ഈ ഐക്യം കൂടുതൽ ദൃഢപ്പെടുമ്പോൾ അവർ ഒറ്റക്കെട്ടാണെന്നും ഇതിനെതിരെ പ്രതിരോധിക്കണമെന്നുള്ള തോന്നൽ അവർക്കിടയിൽ ഉണ്ടാകുന്നു. Because of this class feeling and solidarity, the workers are able to form unions against the bourgeois. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ് ഫീലിംഗ്, ഒരു അഖണ്ഡതയൊക്കെ ഉണ്ടാകുമ്പോൾ വർക്കേഴ്സ് സ്വയം പ്രാപ്തരാകുന്ന ഒരു യൂണിയൻ, ഒരു സംഘടന, വർക്കിംഗ് ക്ലാസ്സുകളുടെ ഒരു സംഘടന ഉണ്ടാക്കാനും ബൂർഷകൾ എന്ന് പറഞ്ഞാൽ ഈ മുതലാളിത്ത വിഭാഗം, അവർക്കെതിരെ പോരാടാനുള്ള ഒരു കൂട്ടം അവർക്കിടയിൽ രൂപപ്പെടുന്നു. ഇതൊരു ഓർഡറായിട്ട് പറയാം കേട്ടോ. മാർക്സിൻ്റെ സിദ്ധാന്തം ക്ലാസ് കോൺഫ്ലിക്റ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു, അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതിൽപ്പെട്ട ഒന്നാണ് ഇത്. അവർക്ക് തമ്മിലുള്ള വർക്കിംഗ് ക്ലാസ്സിനിടയിലുള്ള ഒരു സംഘടന, ഒരു യൂണിയൻ രൂപപ്പെടുകയാണ്. അങ്ങനെ യൂണിയൻ രൂപപ്പെട്ട് കഴിഞ്ഞാലാണ് സംഭവിക്കുന്നതാണ് റവല്യൂഷൻ, സാമൂഹിക വിപ്ലവം സംഭവിക്കുന്നു. ഇനി അതെങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. When the class struggle reaches its height, a violent revolution breaks out which destroys the structure of capitalist society. ഈ തൊഴിലാളി വിഭാഗത്തിൻ്റെ ഒരു യൂണിയനായി രൂപപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ അവർ ഒരു ശക്തമായ ഒരു വിപ്ലവം നയിക്കാൻ തയ്യാറാകുന്നു. ആ വിപ്ലവത്തിലൂടെ ഡെസ്ട്രോയ് ദി സ്ട്രക്ചർ ഓഫ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. ആ വിപ്ലവം ഉണ്ടാകുന്നതിലൂടെ ഈ മുതലാളിത്ത സമൂഹത്തിൻ്റെ എല്ലാ സ്ട്രക്ചറും, ഘടനകളും തകർക്കപ്പെടുന്നു. ദിസ് റെവല്യൂഷൻ ഈസ് മോസ്റ്റ് of an economic crisis which is part of the recurring booms and the repression characteristics of capitalism. എന്നുവെച്ചാൽ ഇത്തരം ഈ റവല്യൂഷൻ ഉണ്ടാകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരു എക്കണോമിക്കൽ സാമ്പത്തിക തകർച്ചയുടെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇത് ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ വർക്കിംഗ് ക്ലാസ് ഒന്നും വർക്ക് ചെയ്യാതെ നിൽക്കുകയും
അവർക്ക് അവകാശത്തിന് വേണ്ടി പോരാടുമ്പോൾ അവിടെ ഒരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുന്നു. ആ എക്കണോമിക്കൽ ക്രൈസിസ് വരുന്നതിൽ മൂലമാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഈ ഇല്ലായ്മ സംഭവിക്കുന്നത്. മാത്രമല്ല, മാർക്സ് ഹാസ് അസേർട്ടഡ് അൺലൈക്ക് അതർ വാർ ആൻഡ് റവല്യൂഷൻസ് വുഡ് ബി എ ഹിസ്റ്റോറിക്കൽ വൺ. മറ്റുള്ള റവല്യൂഷൻ സംഭവിക്കുന്നത് പോലെ ആയിരിക്കില്ല, ഇതൊരു ചരിത്രപരമായ ഒരു പ്രധാനപ്പെട്ട റവല്യൂഷൻ ആയിരിക്കും. കാരണം വർക്കിംഗ് ക്ലാസ് വർക്ക് ചെയ്യാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയാണ്. എന്നുവെച്ചാൽ ലോകത്തിലെ മൊത്തം സാമ്പത്തിക അവസ്ഥ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ളൊരു റവല്യൂഷനാണ് മാർക്സ് ലക്ഷ്യീകരിച്ചത്. പക്ഷെ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇനി ഈ റവല്യൂഷൻ ഉണ്ടാകുന്നത് മൂലം എന്താണ് ഉണ്ടാകുന്നത്? ദ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രൊലറ്റേറിയറ്റ്. തൊഴിലാളി വർഗത്തിന് പൂർണ്ണാധികാരം ലഭ്യമാകുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. മാർക്സ് felt that the revolution would be a bloody one. This revolution terminates the capitalist society and leads to the social dictatorship of the proletariat. ഈ റവല്യൂഷൻ വളരെ ബാക്കിയുള്ള റവല്യൂഷനെക്കാട്ടിലും കൂടുതൽ ശക്തമായ ഒന്നാണെന്ന് മാർക്സ് പറഞ്ഞു. ആ റവല്യൂഷൻ ഉണ്ടാകുന്നത് മൂലം ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ടെർമിനേറ്റ് ചെയ്യുന്നു, ഇല്ലായ്മ ചെയ്യുന്നു. മാത്രമല്ല, എല്ലാ അധികാരങ്ങളും പ്രൊലറ്റേറിയറ്റിൻ്റെ തൊഴിലാളി വർഗത്തിൻ്റെ കീഴിൽ തന്നെ വരുന്നു. തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാനുള്ള അവസ്ഥ ലഭ്യമാകുന്നു. Since the revolution resulted in the liquidation of the bourgeois, they will cease to have any power and will be reduced to the ranks of the proletariat. അപ്പോൾ ഈ റവല്യൂഷൻ കഴിയുന്നത് മൂലം ഈ ഉള്ളവനും ബൂർഷ എന്ന് പറയുന്ന വിഭാഗം പ്രൊലറ്റേറിയറ്റിൻ്റെ തൊഴിലാളി വിഭാഗത്തിൻ്റെ അതേ ലെവലിലേക്ക്, അതേ റാങ്കിലേക്ക് എത്തുകയും ചെയ്യുന്നു. Thus, the inevitable historical process destroyed the bourgeois. അപ്പോൾ ഇത്തരം ഒരു പ്രോസസ്സിലൂടെ, ചരിത്രപരമായ മാറ്റത്തിലൂടെ ബൂർഷ എന്ന് പറയുന്ന വിഭാഗത്തെ തന്നെ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മാർക്സ് കണ്ട സ്വപ്നങ്ങൾ. ഇത്തരം വർഗസംഘടന ഉണ്ടാകുമ്പോൾ റവല്യൂഷൻ ഉണ്ടായിട്ട് എല്ലാ അധികാരങ്ങളും തൊഴിൽ ചെയ്യുന്ന ആൾക്ക് തന്നെ ലഭ്യമാകുന്ന ഒരവസ്ഥ, ബൂർഷ വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സിദ്ധാന്തമാണ് മാർക്സ് ആവിഷ്കരിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ, അവസാനത്തെ പോയിൻ്റ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇനോഗ്രേഷൻ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി, അങ്ങനെയാകുമ്പോഴാണ് തൊഴിലാളി വർഗത്തിൻ്റേതായി രൂപപ്പെടാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി രൂപപ്പെടുന്നത്. അപ്പോൾ മാർക്സിൻ്റെ ആശയം നമ്മൾ കേട്ടവരാണ് കമ്മ്യൂണിസ്റ്റ് ആശയം. പക്ഷേ കമ്മ്യൂണിസം എന്ന് പറയുന്ന സിദ്ധാന്തം യഥാർത്ഥത്തിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഈ ക്ലാസ് സ്ട്രഗിളുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ മാർക്സിൻ്റെ അധികം എക്കണോമിക്കൽ തിയറികളും ഈ ഒരു ക്ലാസ് സ്ട്രഗിളുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ്. അപ്പോൾ ക്ലാസ് സ്ട്രഗിളാണ് മാർക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി. ഇത് അവസാന ഭാഗമാണ്. ഇങ്ങനെ നമ്മൾ ഇതുവരെ പറഞ്ഞ 10 കാര്യങ്ങൾ സംഭവിക്കുന്നത് മൂലം അവസാനത്തിൽ എത്തിപ്പെടുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിലാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയുടെ രൂപീകരണമായിട്ടാണ് മുകളിൽ പറഞ്ഞ 10 കാര്യങ്ങളെയും നമ്മൾ കാണേണ്ടത്. എന്ന് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഈ 10 കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ കമ്മ്യൂണിസം ഉണ്ടാകുന്നത് എന്ന ഒരു സൂചന കൂടി അതിൽ നിൽക്കുന്നുണ്ട്. മാർക്സ് സ്വപ്നം കണ്ട കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയുടെ ആശയങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ആഫ്റ്റർ അറ്റൈനിങ് ദ സക്സസ് ഇൻ ദി റവല്യൂഷൻ, ദ വർക്കേഴ്സ് ഇൻ കോഴ്സ് ഓഫ് ടൈം വുഡ് ക്രിയേറ്റ് എ ന്യൂ സോഷ്യലിസ്റ്റ് സൊസൈറ്റി. ഈ വർഗ സംഘടനത്തിലൂടെ ഒരു സാമൂഹിക മാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം സാമൂഹിക മാറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വർക്കേഴ്സ് രൂപപ്പെടുത്തുന്നു ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റി. In this new socialist society, the means of producing and distributing wealth would be publicly and not privately owned. സോഷ്യലിസ്റ്റ് സൊസൈറ്റി ഉണ്ടാകുമ്പോൾ എല്ലാ വെൽത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതും പബ്ലിക്കായിരിക്കും, അല്ലാതെ ഒരു പ്രത്യേക വ്യക്തിക്ക് പ്രൈവറ്റ് ഓണർഷിപ്പ് അവിടെ ഉണ്ടായിരിക്കില്ല. മാത്രമല്ല, ദിസ് ന്യൂ സോഷ്യലിസ്റ്റ് സൊസൈറ്റി വുഡ് ബി എ ക്ലാസ്ലെസ് ആൻഡ് എ കാസ്റ്റ്ലെസ് സൊസൈറ്റി ഫ്രീ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ആൾ സോർട്ട്. എല്ലാ ചൂഷണത്തിൽ നിന്നും മുക്തമായ ഒരു ക്ലാസ്ലെസ്, വർഗരഹിതമായ, അതുപോലെ തന്നെ കാസ്റ്റ്ലെസ്, ജാതിരഹിതമായ ഒരു സമൂഹമായിരിക്കും സോഷ്യലിസ്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കുക. In this society, nobody owns anything but everybody owns everything. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിൻ്റാണിത്. ഈ ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാകുന്നത് ഇതാണ്. നോബഡി ഓൺസ് എനിത്തിങ്, പക്ഷേ എവരിബഡി ഓൺസ് എവരിത്തിങ്. ആർക്കും ഒന്നുമില്ല, എന്നാൽ എല്ലാവർക്കും എല്ലാതും ഉണ്ട്. ആ ഒരു അവസ്ഥയായിരിക്കും ഇതിലുണ്ടാവുക.
എന്ന് വെച്ചാൽ ഈച്ച് ഇൻഡിവിജ്വൽസ് കോൺട്രിബ്യൂട്ട് അക്കോർഡിംഗ് ടു ദെയർ എബിലിറ്റി ആൻഡ് റിസീവ്സ് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്സ്. ഓരോരുത്തർക്കും അവർക്ക് അവരുടെ കഴിവിനനുസരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാനും അവരുടെ ആവശ്യത്തിനനുസരിച്ച് സ്വീകരിക്കാനുമുള്ള ഒരവസ്ഥയാണ് ഈ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ മാർക്സിൻ്റെ പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ് തിയറിയുടെ ഭാഗങ്ങൾ.